എന്താടാ, എന്താ പറ്റിയേ? വിനു, അവളൊന്ന് വീണടാ. അവൾ ക്യാരിങ് ആയിരുന്നു, അവളൊറ്റക്കായിരുന്നു വീട്ടില്. അതുകൊണ്ട് നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങുമെന്ന് വിചാരിച്ചതാ. പണ്ടൊരു ഒന്നും നടന്നില്ല. എങ്ങനെയുണ്ട് ഇപ്പൊ? അറിയില്ലടാ. നീ ഇതെങ്ങനെ അറിഞ്ഞേ? അവളെന്നെ വിളിച്ചേ. നീ ഓഫീസിൽ നിന്ന് ഇറങ്ങി കുറച്ചുകൂടി കഴിഞ്ഞപ്പോ. എന്തായാലും നീ പെട്ടെന്ന് എത്തിച്ചല്ലോ. ഞാൻ ഓഫീസിൽ നിന്ന് മെട്രോ വിളിച്ചു. അങ്ങനെ പെട്ടെന്ന് വീട്ടിലെത്തി. അവളെ കൊണ്ടെങ്കിൽ എത്തിക്കാനും പറ്റി. മെട്രോ ഉള്ളത് കാര്യമല്ലോ. നശിച്ച പൊടി. ചേട്ടാ, ലിഫ്റ്റ് വർക്ക് ചെയ്തില്ല. ഓ ഷിറ്റ്. ഇന്നും ലേറ്റ് ആയോ? ഒന്നും പറയണ്ട ഏട്ടാ. ഈ നശിച്ച മെട്രോ പണി കാരണം ഒരിടത്തും സമയത്ത് എത്താൻ പറ്റുന്നില്ല. ചേട്ടാ, ബോസ് ഒന്നോ? എപ്പോഴാ വന്ന്? ഇന്നും പുള്ളിയുടെ വായി നേക്കേണ്ടി വരും. Hey, where were you? Just take the time you were. Now go. At least go and work. അളിയ, എന്താ പ്ലാൻ? നമ്മളങ്ങ് എത്തിയാ മതി. അവിടെ എല്ലാം സെറ്റാ. അവിടെ എല്ലാരും വെയിറ്റിംഗ്. രാത്രിയിലും സമ്മതിക്കില്ല. എന്ത് കഷ്ട ഇത്. എപ്പോഴെങ്കിലും ഒക്കെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകാതിരിക്കത്തില്ല. ഇതുകൊണ്ടൊന്നും നമുക്ക് ഒരു പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല. സത്യം. ഡോക്ടർ, വൈഫിനിപ്പോ കുഴപ്പമൊന്നുമില്ല. ഷീസ് ഫൈൻ. താങ്ക് യു. പിന്നെ കറക്റ്റ് സമയത്താണ് എത്തിച്ചത്. ലേറ്റ് ആവാഞ്ഞത് കാര്യമായി. നശിച്ച മെട്രോ പണി കാരണം ഒരിടത്തും സമയത്ത് എത്താൻ പറ്റുന്നില്ല. ഇതുകൊണ്ടൊന്നും നമുക്ക് ഒരു പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല. ഇത് ഒരു ജോയുടെ കഥയല്ല. ഇന്നത്തെ ബുദ്ധിമുട്ടുകളിൽ നാളത്തെ നന്മയെ തിരിച്ചറിയാതെ പോയ നമ്മളെപ്പോലെയുള്ള ഒരുപാട് പേരുടെ കഥ. നാളത്തെ നഗരത്തെ നമുക്ക് വരവേൽക്കാം. നല്ലൊരു നാളേക്കായി നമുക്ക് കൈകോർക്കാം. കൊച്ചി മെട്രോയ്ക്കൊപ്പം.